ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വീഡിയോയോട് കൂടി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂൾ ആകെ നമുക്ക് 4 മൊഡ്യൂളേ ഇതിൽ വരുന്നുള്ളൂ കേട്ടോ. ലാസ്റ്റത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് സെമിനാറാണ് വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്. മൈക്രോ പ്രോസസ്സർ റെക്കഗ്നൈസ് ആൻഡ് ഓപ്പറേറ്റ് ഇൻ ബൈനറി നമ്പേഴ്സ്. മൈക്രോ പ്രോസസ്സറിന് ഓപ്പറേഷനും അത് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി നമ്പേഴ്സാണ്. ഭാഷ എന്നല്ല, അതിന് അത് ഓപ്പറേറ്റ് ചെയ്യലും അതേപോലെ തന്നെ അതിന് മനസ്സിലായാലും ബൈനറി നമ്പേഴ്സ് മാത്രമേ മൈക്രോ പ്രോസസ്സറിന് മനസ്സിലാവുള്ളൂ. നമുക്കറിയുന്ന കേസാണ്. ബൈനറി മെഷീൻ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു മെഷീൻ നമ്മൾ മനസ്സിലാവുള്ളൂ. ഇതിൽ ഞാൻ 1-2 വേർഡ്സ് പറയുന്നത്. വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ബിറ്റ് ഇൻ മൈക്രോ പ്രോസസ്സർ റെക്കഗ്നൈസ് ആൻഡ് പ്രോസസ്സ് അറ്റ് എ ടൈം. മൈക്രോ പ്രോസസ്സർ മനസ്സിലാക്കുകയും പ്രോസസ്സ് ചെയ്യുന്നതും ഒരു സമയത്ത് പ്രോസസ്സ് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതായിട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, വേർഡ് എന്ന് പറയുന്നത്. ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റിനെയാണ് എന്ത് പറയുന്നത് ബൈറ്റ് എന്ന് പറയുന്നത്. നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റിനെയാണ് നിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സംഭവമൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും നോക്കാം. ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് മൈക്രോ പ്രോസസ്സർ വി മസ്റ്റ് ഗിവ് ഇൻസ്ട്രക്ഷൻ ഇൻ മെഷീൻ ലാംഗ്വേജ്. മൈക്രോ പ്രോസസ്സറിന് നമ്മൾ പറഞ്ഞു, മൈക്രോ പ്രോസസ്സറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി ലാംഗ്വേജ് ആണ്, മെഷീൻ ലാംഗ്വേജ് 0-1. അപ്പോൾ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമ്മൾ കൊടുക്കുകയാണെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മെഷീൻ ലാംഗ്വേജിൽ നമ്മൾ മൈക്രോ പ്രോസസ്സർ നമ്മൾ കൊടുക്കണം. Each combinations of bit patterns that is given the specific meaning is called instruction. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു കോമ്പിനേഷനെ നമ്മൾ പറയുക ഇൻസ്ട്രക്ഷൻ എന്നാണ് പറയുക. മൈക്രോ പ്രോസസ്സറിന് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സംഭവത്തിന് ഇൻസ്ട്രക്ഷൻ എന്നാണ് പറയുക. അതിനെ ഓപ്പറേഷൻ കോഡ് അല്ലെങ്കിൽ ഓപ്പ് കോഡ് എന്നും പറയും. ഓപ്പറേഷൻ കോഡിനെ ഷോർട്ടാക്കിയിട്ട് ഓപ്പ് കോഡ് എന്നും പറയാറുണ്ട്. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്നാണ് പറയാം. ഇറ്റ് ഇൻസ്ട്രക്ട് ദ മൈക്രോ പ്രോസസ്സർ ടു പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്, മൈക്രോ പ്രോസസ്സറിനോട് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിൻസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റൈറ്റ് ഇൻസ്ട്രക്ഷൻ ടു ബൈനറി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഭാഷ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതൊക്കെ മെഷീൻ ലാംഗ്വേജിൽ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെഷീൻ ലാംഗ്വേജിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മെഷീൻ കോഡ് ആക്കിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ വന്ന സമയത്ത് കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്തു, ക്രിയേറ്റ് ഇംഗ്ലീഷ് ലൈക്ക് വേർഡ് ടു റെപ്രസെൻ്റ് എ ബൈനറി ഇൻസ്ട്രക്ഷൻ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിൻ്റെ ചില വേർഡുകളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, കമ്പ്യൂട്ടറിന് എന്ത് ബൈനറി ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്തു, റെപ്രസെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്തതിന് സിംബോളിക് കോഡിനെ നമ്മൾ എന്ത് പറഞ്ഞത്, ന്യൂമോണിക് എന്ന് പറയും. ഓക്കെ, അങ്ങനെ കോഡ് യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെ എന്ന് പറയും ന്യൂമോണിക് എന്നാണ് പറയാം. ഓക്കെ, അങ്ങനെ പ്രോഗ്രാം റൈറ്റിംഗ് യൂസിങ് ദിസ് വേർഡ്സ്. അപ്പോൾ ഈ ന്യൂമോണിക്സ് ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്തിട്ട് എഴുതുന്ന പ്രോഗ്രാമിനെ നമ്മൾ എന്ത് പറയാം, അസംബ്ലി ലാംഗ്വേജ് എന്നാണ് പറയാം. അപ്പോൾ ഈ അസംബ്ലി ലാംഗ്വേജിൽ ഇങ്ങനെ ആയിട്ടുള്ള അസംബ്ലി കോഡുകളാണ്. ഇപ്പോൾ മൂവിന് MOV, ആഡിന് ADD, സബ്സ്ട്രാക്ഷന് SUB. അപ്പോൾ നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, പക്ഷെ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അസംബ്ലി ലാംഗ്വേജ് എന്നാണ് പറയാം. അപ്പോൾ ഇങ്ങനെ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൺവേർട്ടറെ നമ്മളെന്ത് പറയും, അസംബ്ലർ എന്നാണ് പറയാം. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൺവേർട്ടർ നമ്മളെന്ത് പറയും കേട്ടോ, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ നമ്മളെന്ത് പറയും, അസംബ്ലർ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് അസംബ്ലി ലാംഗ്വേജ്, എന്താണ് ന്യൂമോണിക്സ്, എന്താണ് അസംബ്ലർ എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ട് നമ്മളിവിടെ ഒരു പിക്ചർ രൂപത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം ഇവിടെ എഴുതുകയാണ്. ഓക്കെ, അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ എഴുതി. അപ്പോൾ ഈ മൂവ് H,A ഇതിനെ നമ്മളെന്ത് പറയാം, ന്യൂമോണിക് എന്നാണ് പറയാം. ഓക്കെ, അതിൽ ഇത് MOV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് എന്നാണ്. അതിനെ നമ്മൾ പറയാം ഓപ്പ് കോഡ് എന്നാണ് പറയുക, ഓപ്പറേഷൻ കോഡ്, ഓപ്പ് കോഡ്. H,A അതിനെ നമ്മൾ പറയും ഓപ്പറൻറ്റ് എന്നാണ് പറയുക. H എന്നൊക്കെ പറഞ്ഞതിനെ നമ്മൾ എന്ത് ഓപ്പറൻറ്റ് എന്നാണ് പറയാം. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ന്യൂമോണിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രോഗ്രാം എഴുതി. ഈ പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻ ലാംഗ്വേജൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അസംബ്ലർ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അസംബ്ലി ലാംഗ്വേജിനെ നമ്മൾ എന്ത് ചെയ്യും, അസംബ്ലർ ഉപയോഗിച്ചിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്ത മൂവ് HAI എന്നൊക്കെ പറഞ്ഞ സംഭവത്തിന് അസംബ്ലർ ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്ത് മെഷീൻ കോഡിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, മെഷീൻ കോഡായിട്ട് മാറി 0100110 എന്നൊക്കെ പറഞ്ഞ് മെഷീൻ ലാംഗ്വേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത്, എന്നിട്ട് ഇതാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ആയിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് അസംബ്ലി ലാംഗ്വേജിനെ അസംബ്ലർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, മെഷീൻ കോഡ്ക്ക് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അതിപ്പോൾ ഇത്രയും നേരത്തെ പറഞ്ഞ സംഭവത്തിന് ഒരു പിക്ചോറിക്കലായിട്ടൊന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ ഇതിൽ മനസ്സിലായില്ലേ ന്യൂമോണിക് എന്താണ്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞു ന്യൂമോണിക് എന്താണ്, ഓപ്പറേഷൻ കോഡ് എന്താണ്, ഓപ്പ് കോഡ് എന്താണ്, അസംബ്ലി ലാംഗ്വേജ് എന്താണ്, അസംബ്ലർ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്ന കുറച്ച് സിമ്പിൾസാണ്. ഇപ്പോൾ ഇതിൽ കുറേ ഇൻസ്ട്രക്ഷൻ കോഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പോകും. അപ്പോൾ അതിൻ്റെ മുമ്പ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന കുറച്ച് സിമ്പിൾസാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. RH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഓർഡർ രജിസ്റ്ററാണ്, രജിസ്റ്റേർഡ് പ്രൊവൈഡർ, അതിനെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഫോക്കസ് ചെയ്യുന്നത്. RI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, RI അല്ല RL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലോ ഓർഡർ രജിസ്റ്ററാണ് ഇത് വരുന്നത്, ലോ ഓർഡർ രജിസ്റ്ററാണ് വരുന്നത്. PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറാണ്, 16 ബിറ്റ് പ്രോഗ്രാം കൗണ്ടറാണ്. PCH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ ഹൈ 8 ബിറ്റ്. PCL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓർഡർ 8 ബിറ്റ് PC രജിസ്റ്ററാണ് വരുന്നത്. പിന്നെ CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി സ്റ്റാറ്റസ്. ഓക്കെ, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റാണ്. ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്ററിനാണ്, രജിസ്റ്ററിനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, 2 സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് മെമ്മറി ലൊക്കേഷനാണ്. ഓക്കെ, പിന്നെ ഇത് ആൻഡ് ഓപ്പറേറ്ററാണ്, പിന്നെന്താണ് അത് ഓർ ഓപ്പറേറ്ററാണ്. ഓക്കെ, പിന്നെ ഈ ആരോ മാർക്ക് ഉണ്ടല്ലോ, മൂവ് ഡാറ്റ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആരോ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ആരോൻ്റെ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഈ പറയുന്ന ആരോ ആണ് പറയുന്നത്, ഈ ആരോ മൂവ് ഡാറ്റ ഇൻ ടു ദ ഡയറക്ഷൻ ഓഫ് ദി ആരോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഡാറ്റ മൂവ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് കണ്ടൻറ്റ് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സിമ്പിൾസൊക്കെ നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മളതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ഒന്നും കൂടി മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ മുമ്പ് വെച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 8085 ഇൻസ്ട്രക്ഷൻ സെറ്റാണ്. മൈക്രോ പ്രോസസ്സർ 8085ൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ദ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് കോൾഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ്റെ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആസ് സപ്പോർട്ടഡ് ബൈ 8085 മൈക്രോപ്രൊസസ്സർ ഈസ് നോൺ ആസ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് മൈക്രോപ്രൊസസ്സർ 8085. അപ്പം മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിന് സപ്പോർട്ട് മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് പറഞ്ഞത്, ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഇൻസ്ട്രക്ഷൻ സെറ്റ് 80 മൈക്രോ പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്ന ആ ഇൻസ്ട്രക്ഷൻ സെറ്റിനെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8085 മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡിറ്റർമിൻ വാട്ട് ഫങ്ഷൻ ദ മൈക്രോ പ്രോസസ്സർ ക്യാൻ പെർഫോം. ഇതെന്താ എന്താ പറഞ്ഞു കൊടുക്കുന്നത്, മൈക്രോ പ്രോസസ്സറിന് എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മൈക്രോ പ്രോസസ്സറിനോട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. ദ 8085 ഇൻസ്ട്രക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 ഫങ്ഷണൽ കാറ്റഗറീസ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് 5 കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്, ഇനി ഓരോ കാറ്റഗറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കും കേട്ടോ. ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ലോജിക്കൽ ഓപ്പറേഷൻ, ബ്രാഞ്ചിങ് ഓപ്പറേഷൻ, അതേപോലെ തന്നെ മെഷീൻ കൺട്രോൾ ഓപ്പറേഷൻ. ഇങ്ങനെ 5 കാറ്റഗറി ഇൻസ്ട്രക്ഷൻ സെറ്റാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ ഏതൊക്കെയാണ് 5 കാറ്റഗറി ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നുള്ളത് പറഞ്ഞു. ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ലോജിക്കൽ ഓപ്പറേഷൻസ്, ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ്, അതേപോലെ തന്നെ മെഷീൻ കൺട്രോൾ ഓപ്പറേഷൻസ്. ഇങ്ങനെ 5 ഓപ്പറേഷൻസാണ് വരുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഡാറ്റ 5
ഇൻസ്ട്രക്ഷൻ സെറ്റിൽ പറഞ്ഞില്ല, ഫസ്റ്റത്തെ ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് ആണ്. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ കോപ്പി ഡാറ്റ ഫ്രം എ സോഴ്സ് ടു എ ഡെസ്റ്റിനേഷൻ വിത്തൗട്ട് മേക്കിംഗ് എനി ചേഞ്ച് ഇൻ ദ സോഴ്സ് ഡാറ്റ. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്തിനാണ് ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഡാറ്റയിൽ ചേഞ്ചസ് ഒന്നും വരാതെ കോപ്പി ചെയ്യുന്ന ഈ പ്രോസസ്സാണ് ഡാറ്റ ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ടൈപ്പ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫറിങ് ഉണ്ട് ബിറ്റ്വീൻ രജിസ്റ്റേഴ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ, മെമ്മറി ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ ഡാറ്റ ചിലപ്പോൾ രജിസ്റ്ററിലോട്ടാവാം, അതേപോലെ തന്നെ രജിസ്റ്ററിന് മെമ്മറിയിലോട്ടാവാം, അതേപോലെ തന്നെ രജിസ്റ്ററിന് IO ഡിവൈസിലോട്ടാവാം, അത് തിരിച്ചും ആവാം. രജിസ്റ്റർക്ക്, മെമ്മറിയിൽ നിന്ന് രജിസ്റ്റർക്ക്, IO ഡിവൈസിൽ നിന്ന് രജിസ്റ്റർക്ക്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ്. അതിനെ ബേസ് ചെയ്തിട്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫറിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബിറ്റ്വീൻ രജിസ്റ്റേഴ്സ്, രണ്ട് രജിസ്റ്റേഴ്സ് തമ്മിൽ എന്ത് ചെയ്യാം, ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാം. സ്പെസിഫിക് ഡാറ്റ ബൈറ്റ് ടു എ രജിസ്റ്റർ ഓർ മെമ്മറി. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു സ്പെസിഫിക് ഡാറ്റ മെമ്മറിന്നോ ഇതിനൊന്നല്ലാതെ X = ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ സിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എയിൽ 10 സ്റ്റോർ ചെയ്തു, ബിക്ക് എന്ത് ചെയ്യുക, B = A എന്ന് കൊടുത്തില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, എയിലെ കണ്ടൻറ്റ് ബിയിൽ സ്റ്റോർ ചെയ്യുക. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, B = 10 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വാല്യൂ നമുക്ക് അങ്ങനെ കൊടുത്തൂടെ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് എ സ്പെസിഫിക് ഡാറ്റ ബൈറ്റ്. അപ്പോൾ അതായത് ഡാറ്റ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ മാത്രമായിട്ട് നമുക്ക് മെമ്മറിയിലോട്ടോ രജിസ്റ്ററിലോട്ടോ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബിറ്റ്വീൻ എ മെമ്മറി ലൊക്കേഷൻ ആൻഡ് എ രജിസ്റ്റർ. അതായത് മെമ്മറി ലൊക്കേഷന് രജിസ്റ്റർക്ക്, അതേപോലെ തന്നെ രജിസ്റ്ററിൽ നിന്ന് മെമ്മറിക്ക്, അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബിറ്റ്വീൻ ആൻ IO ഡിവൈസ് ആൻഡ് അക്യുമുലേറ്റർ. എന്ത് ചെയ്യുക, അക്യുമുലേറ്ററൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് 80 മൈക്രോ പ്രോസസ്സർ പറഞ്ഞ സമയത്ത് നമുക്ക് അക്യുമുലേറ്റർ എന്താണ്, അതൊരു രജിസ്റ്റർ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, IO ഡിവൈസസിന് അക്യുമുലേറ്ററിനും IO ഡിവൈസസിലോട്ടുള്ള ട്രാൻസ്ഫറിങ്, ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്ഫറിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ കോഡ് എന്താണെന്നുള്ളത് നോക്കാം. MOV ക്യാപിറ്റൽ ലെറ്റർ MOV എന്ന് മീൻ ചെയ്യുന്നത് മൂവ്, കോപ്പി എ ഡാറ്റ ബൈറ്റ്സ്. എന്ത് ചെയ്യുക, ഡാറ്റ കോപ്പി ചെയ്യുക എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. MVI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ഇമ്മീഡിയറ്റ്. അപ്പോൾ ഈ കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പ്രോഗ്രാം എഴുതാൻ പോകുന്നത് കേട്ടോ. MOV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് എ ഡാറ്റ ബൈറ്റ്, ഡാറ്റ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക എന്നുള്ളതാണ്. MVI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ഇമ്മീഡിയറ്റ്, ലോഡ് എ ഡാറ്റ ബൈറ്റ് ഡയറക്റ്റ്ലി. അപ്പോൾ എന്ത് ചെയ്യുക, ഡാറ്റ ഡയറക്റ്റായിട്ട് ലോഡ് ചെയ്യുക, അതാണ് മൂവ് ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ടു പോർട്ട്, സെൻഡ് ഡാറ്റ ബൈറ്റ് ടു ആൻ ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് ഡാറ്റ ബൈറ്റ് സെൻഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട് എന്നാണ് പറയാം. അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഫ്രം പോർട്ട്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റ ബൈറ്റ് റീഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെയെന്നുള്ളത് അതിന് എക്സാമ്പിളാണ് ഇതിന് താഴെ പറയുന്നത്. MOV R1, R2. These instructions help to transfer the content of register R2 into register R1. അപ്പോൾ R2ലുള്ള കണ്ടൻറ്റ് R1ക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മൂവ് R1, R2 while the data in the register R2 will be remain the same. അങ്ങനെയാണ് സമയത്ത് എന്ത് ചെയ്യും, R1ലും R2ലുള്ള ഡാറ്റ എന്താവും, സെയിം ആയിരിക്കും. അപ്പോൾ R2ലുള്ള ഡാറ്റ R1ക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇത് പറഞ്ഞത്. അതായത് മൂവ് R1, R2. ഇനി അടുത്തത് എക്സാമ്പിൾ. അപ്പോൾ അത് രജിസ്റ്ററിലെ R1, R2 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് ഇനി പറഞ്ഞത്. മൂവ് A, B. ഇവിടെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ അല്ല, അക്യുമുലേറ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ A കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, മൂവ് A, B. The instruction transfer the data register B to an accumulator. ബിയിലുള്ള കണ്ടൻറ്റ്, ബി എന്നുള്ള രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ് ഈ കോഡ്. അപ്പോൾ മൂവ് A, B എന്നുള്ളതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ എക്സാമ്പിൾ ഇവിടെ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇത് ഇങ്ങോട്ടുള്ള സിമ്പിൾസാണ് ഇവിടെ കണ്ടില്ലേ, സ്ക്വയർ ബ്രാക്കറ്റും ആരോ കാര്യങ്ങൾ കൊടുത്തിട്ടില്ലേ, ഈ സിമ്പിൾസാണ് ഞാൻ അവിടെ കാണിച്ചു തന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ MOV R1, R2. അപ്പോൾ എന്ത് ചെയ്യുക, കണ്ടോ സ്ക്വയർ ബ്രാക്കറ്റിൽ R1 മീൻ ചെയ്യുന്നത് എന്താണ്, രജിസ്റ്ററാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ആരോ നോക്കിയാൽ R2 R1 ഡാറ്റ മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആരോ ഫോക്കസ് ചെയ്യുന്നത്.
അപ്പോൾ എന്ത് ചെയ്യുക, R2ലുള്ള ഡാറ്റ R1 എന്നുള്ള രജിസ്റ്റർ, R2ലുള്ള രജിസ്റ്ററിലുള്ള ഡാറ്റ R1ക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കണം. ഓക്കെ, മൂവ് A, B എന്നുള്ള രജിസ്റ്ററിലുള്ള A എന്നുള്ള അക്യുമുലേറ്റർ എന്താണ്, ഒരു രജിസ്റ്റർ ആണല്ലോ. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യുക, മൂവ് R, M. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ, M മീൻ ചെയ്യുന്നത് മെമ്മറിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, R രജിസ്റ്റർ ആയതുകൊണ്ട് സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. മെമ്മറി നോക്കിയേ, HL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെമ്മറി ലൊക്കേഷനാണ് കേട്ടോ, മെമ്മറി ലൊക്കേഷനാണ് HL ഒരു മെമ്മറി ലൊക്കേഷൻ ആയതുകൊണ്ടാണ് ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കാൻ കാരണം അതൊരു മെമ്മറി ലൊക്കേഷൻ ആയതുകൊണ്ടാണ്. അതിൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, മൂവ് B, M. ഇപ്പോൾ മെമ്മറി ലൊക്കേഷന് B നിന്നെ രജിസ്റ്ററിലോട്ട് എന്ത് ചെയ്യുക, ഡാറ്റ കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ രജിസ്റ്ററിന് മെമ്മറിയിലോട്ടാണ് അടുത്തത് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുക, അപ്പോൾ MOV ആണ്. ഇപ്പം MVI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ഇമ്മീഡിയറ്റ് ഡാറ്റ ടു രജിസ്റ്റർ. അപ്പോൾ എന്ത് ചെയ്യുക, ഡാറ്റ, അപ്പോൾ എന്ത് ചെയ്യുക, R, ഡാറ്റ രജിസ്റ്ററിലോട്ട് എന്ത് ചെയ്യുക, ഡാറ്റ മൂവ് ചെയ്യുക. അതിന് എക്സാമ്പിൾ നോക്കിയേ, MVI M,08. അപ്പോൾ 08 എന്നുള്ള ഡാറ്റ എന്ത് ചെയ്യും, മെമ്മറിയിലോട്ട് കോപ്പി ചെയ്യും. അപ്പോൾ ഡയറക്റ്റായിട്ട് വാല്യൂ കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ ഇത് LXI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് രജിസ്റ്റർ പെയർ ഇമ്മീഡിയറ്റ്ലി, എന്ത് ചെയ്യുക, ആ മെമ്മറി അഡ്രസ്സ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുറേ അഡ്രസ്സുകൾ വരുന്നത്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.